രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ പൊതുമേഖലാ സ്ഥാപനം, കൊച്ചിയിൽ ആസ്ഥാനമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വളം പ്ലാന്റ്. 90കളിൽ വിപണിയിൽ സാന്നിധ്യം അറിയിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന്. 25 വർഷങ്ങൾ കൊണ്ട് 7000% കുതിച്ച ഓഹരികൾ. ഇന്ന് കേരള സ്റ്റോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, അതായത് ഫാക്ടിനെ കുറിച്ചാണ്. ഓഹരികളുടെ നീക്കം, കമ്പനിയുടെ ബിസിനസ് മോഡൽ, ഫണ്ടമെന്റൽ അനാലിസിസ് എന്നിവ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു കേരള സ്റ്റോക്സ്. കൊച്ചി ആസ്ഥാനമായാണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് സ്ഥാപിതമാകുന്നത്. വലിയ തോതിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വളം പ്ലാന്റ് ആണ് ഫാക്ട്. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് കമ്പനി. രാസവളങ്ങൾ, അതിന്റെ ഉപോൽപ്പന്നങ്ങൾ, കാപ്രോലാക്ടം എന്നിവയുടെ നിർമ്മാണവും വിൽപ്പനയുമാണ് കമ്പനിക്കുള്ളത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും രാസവള മന്ത്രാലയത്തിന്റെയും രാസവള വകുപ്പിന്റെയും നിയന്ത്രണത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഫാക്ട് അതിന്റെ വിപുലമായ വളങ്ങൾക്ക് പേരുകേട്ട കമ്പനിയും കൂടിയാണ്. നൈട്രജൻസ് വളമായ അമോണിയം സൾഫേറ്റ്, കോംപ്ലക്സ് വളങ്ങളായ ഫാക്ടം ഫോസ്, അതായത് അമോണിയം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് മുതലായവ, നൈലോൺ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന കാപ്രോലാക്ടം, ജൈവ വളങ്ങൾ, ഇറക്കുമതി ചെയ്ത വളങ്ങളായ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിങ്ങനെ വിവിധ തരം വളങ്ങൾ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നൈലോൺ ടയർ കോഡ്, നൈലോൺ ഫിലമെന്റ് നൂൽ, എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്കുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാഗഡ് ജിപ്സവും കാപ്രോലാക്ടവും കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ്, റബ്ബർ തുടങ്ങിയ മേഖലകൾക്ക് ആവശ്യമായ വിവിധ വ്യാവസായിക രാസവസ്തുക്കളും കമ്പനിയുടെ ഉൽപ്പന്ന പട്ടികയിലുണ്ട്. കമ്പനിക്ക് 2 പ്രധാന ഉൽപാദന യൂണിറ്റുകളാണുള്ളത്. അമോണിയം സൾഫേറ്റും സങ്കീർണ വളങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉദ്യോഗ മണ്ഡലം കോംപ്ലക്സ് ആണ് അതിലൊന്ന്. അമോണിയം ഫോസ്ഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൊച്ചിൻ ഡിവിഷനാണ് മറ്റൊന്ന്. നിലവിലെ കണക്കനുസരിച്ച് 73% വരുമാനം ലഭിക്കുന്നത് ഫാക്ടം ഫോസ് വളങ്ങളിൽ നിന്നാണ്. 13% അമോണിയം സൾഫേറ്റ് വഴി കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനം. ബാക്കി വരുന്ന 9% ഇറക്കുമതി ചെയ്ത വളങ്ങളിൽ നിന്നും 5% മറ്റുള്ള വളങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അമോണിയം സൾഫേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് 2.25 ലക്ഷം MTPA സ്ഥാപിത ശേഷിയാണ് കമ്പനിക്കുള്ളത്. നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ 1.73 ലക്ഷവും ഫോസ്ഫേറ്റ് പെന്റോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ 1.32 ലക്ഷം MTPA സ്ഥാപിത ശേഷിയും കമ്പനിക്കുണ്ട്. ഫാക്ടം ഫോസ് ഉൽപ്പാദിപ്പിക്കാൻ 6.34 ലക്ഷം MTPA, കാപ്രോലാക്ടം ഉൽപ്പാദിപ്പിക്കാൻ 1/2 ലക്ഷം MTPA എന്നിങ്ങനെയാണ് കമ്പനിയുടെ സ്ഥാപിത ശേഷി. കമ്പനിക്ക് വളങ്ങളുടെ നിർമ്മാണത്തിന് പുറമെ മറ്റ് 2 വിഭാഗങ്ങളും കൂടിയുണ്ട്. അമോണിയ, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയുടെ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഫാക്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷൻ. മറ്റൊന്ന് പ്രോസസ് ഇൻഡസ്ട്രികൾക്കുള്ള എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേഷനും പ്ലാന്റ് പൈപ്പിംഗ്, ഓഫ് സൈറ്റ് പൈപ്പിംഗ് എന്നിവയുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ഫാക്ട് എഞ്ചിനീയറിംഗ് വർക്ക്സ്. കമ്പനിയുടെയും മുംബൈ ആസ്ഥാനമായുള്ള രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെയും സംയുക്ത സംരംഭമാണ് ഫാക്ട് RCF ബിൽഡിംഗ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ഇവ രണ്ടും രാസവളങ്ങൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ജിപ്സം ഉപയോഗിച്ച് FRBL പ്രീഫാബ് ജിപ്വാൾ നിർമ്മിക്കുന്നതിനാണ് ഈ കമ്പനിയുടെ ശ്രദ്ധ. ഇതിനു പുറമെ കമ്പനിക്ക് കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു അസോസിയേറ്റ് സ്ഥാപനവുമുണ്ട്. ഇതിൽ 21.75% ഓഹരി പങ്കാളിത്തമാണുള്ളത്. NSEയിലെ ഡാറ്റ അനുസരിച്ച് 1999 ഫാക്ട് ഓഹരികളുടെ വ്യാപാരം ആരംഭിക്കുന്നത്. 11 രൂപയിൽ വ്യാപാരം ആരംഭിച്ച ഓഹരികളുടെ നിലവിലെ വില 824 രൂപയാണ്. 25 വർഷങ്ങൾ കൊണ്ട് ഓഹരികൾ കുതിച്ചത് 7000%. 2020 ശേഷമാണ് ഓഹരികൾ വമ്പൻ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത്. 2020 55% ഓഹരികൾ കുതിച്ചത്. 114% മികച്ച കുതിപ്പായിരുന്നു 2021 രേഖപ്പെടുത്തിയത്. 2022 183% കുതിപ്പോടെ ഓഹരികൾ എത്തിപ്പിടിച്ചത് 373 രൂപയിലായിരുന്നു. മുന്നേറ്റം തുടർന്ന ഓഹരികൾ 2023 115% നേട്ടവും നൽകിയിട്ടുണ്ട്. 2024 ഓഹരികൾ ഇതുവരെ ഉയർന്നത് 2% മാത്രമാണ്. ഓഹരികളുടെ ഉയർന്ന വില 1187 രൂപയും 52 ആഴ്ചയിലെ താഴ്ന്ന വില 572 രൂപയുമാണ്. ഇതുവരെ 2 തവണ മാത്രമാണ് കമ്പനി ഡിവിഡന്റ് നൽകിയിട്ടുള്ളത്. 2023 സെപ്റ്റംബറിൽ 1 രൂപയും 2024 സെപ്റ്റംബറിൽ 97 പൈസയുമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അവസാന 3 വർഷത്തെ കമ്പനിയുടെ സാമ്പത്തിക ഡാറ്റ നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 4424 കോടി രൂപയായിരുന്നു. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 40% വർദ്ധിച്ച് 6198 കോടി രൂപയായി ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 18% ഇടിവോടെ 5054 കോടി രൂപയിലെത്തി. സമാന കാലയളവിൽ കമ്പനിയുടെ ലാഭം നോക്കാം.
നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ 346 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 76% കുതിപ്പോടെ 612 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം 76% ഇടിഞ്ഞ് 146 കോടി രൂപയിലെത്തി. ഇനി നമുക്ക് കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ ഒന്ന് നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഒന്നിന് കമ്പനി നൽകിയിരിക്കുന്ന ലാഭം 5 രൂപ 35 പൈസയാണ്. ഇത് 2023 9 രൂപ 47 പൈസയായിട്ട് ഉയർന്നിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ 2 രൂപ 26 പൈസയാണ് ഓഹരി ഒന്നിന് കമ്പനി നൽകിയത്. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാനാണ്. മറ്റൊരു കാര്യം സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യാനുമാണ്. ആദ്യം നമുക്ക് കമ്പനിയുടെ ROE പരിശോധിക്കാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ ROE 52%. ഇത് 2023 എത്തുമ്പോൾ 48% താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ROE 11% വീണ്ടും താഴ്ന്നു. ലാഭത്തിലുണ്ടായ കുറവാണ് ROEയുടെ ഇടിവിന് കാരണമായത്. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പാറ്റ് മാർജിൻ. കമ്പനിയുടെ വരുമാനത്തിന്റെ എത്രത്തോളമാണ് ലാഭം എന്നതാണ് പാറ്റ് മാർജിൻ കാണിക്കുക. 2022 കമ്പനിയുടെ പാറ്റ് മാർജിൻ 8%. 2023 ഇത് 10% എത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 3% ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ വിറ്റുവരവും ലാഭവും കുറഞ്ഞതിനാലാണ് പാറ്റ് മാർജിൻ ഇടിഞ്ഞത്. കമ്പനിയുടെ കറന്റ് റേഷ്യോ ആണ് നോക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. നിലവിലെ ആസ്തികൾ ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെപ്റ്റ് മറികടക്കുന്നുള്ള കമ്പനിയുടെ ക്യാപ്പബിലിറ്റിയെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി റേഷ്യോ ആണിത്. 2022 0.98 ആയിരുന്നു റേഷ്യോ. 2023 1.08 ഉയർന്നു. 2024 ഇത് 1.05 താഴ്ന്നു. അടുത്തതായി കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കാം. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക മെട്രിക് ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 6.16 ആയിരുന്നു. 2023 ഇത് 3.27 താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ റേഷ്യോ 3.23 എത്തി. അടുത്തതായി പോയ വാരം മികച്ച നേട്ടം നൽകിയ കേരള കമ്പനികളെ ഒന്ന് നോക്കാം. കേരള ആയുർവേദ ഓഹരികളായിരുന്നു പോയ വാരം മികച്ച നേട്ടം രേഖപ്പെടുത്തിയത്. 14.74% ഉയർന്ന ഓഹരികൾ 309 രൂപ 85 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. മുത്തൂറ്റ് ഫിൻ ഓഹരികൾ 8.53% കുതിപ്പോടെ 1927.35 രൂപയിലും ക്ലോസ് ചെയ്തു. കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരികൾ 8.04% വർധനവോടെ 706 രൂപ 45 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫെഡറൽ ബാങ്ക് ഓഹരികൾ 6.29% നേട്ടത്തോടെ 209 രൂപ 37 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പോയ വാരം ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് സഫ സിസ്റ്റം ഓഹരികളായിരുന്നു. 9.89% ഇടിഞ്ഞ ഓഹരികൾ 12 രൂപ 12 പൈസയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 6.87% താഴ്ന്ന KC ലിമിറ്റഡ് ഓഹരികൾ 2295.95 രൂപയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഹാരിസൺ മലയാളം ഓഹരികൾ 5.86% ഇടിവോടെ 253.25 രൂപയിലെത്തി. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികൾ 5.12% നഷ്ടത്തോടെ 93.96 രൂപയിലും ക്ലോസ് ചെയ്തു. മുത്തൂറ്റ് മൈക്രോഫിൻ ഓഹരികൾ 4.38% ഇടിഞ്ഞ് 182.1 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുൻപേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു കേരള സ്റ്റോക്കുമായി നമുക്ക് വീണ്ടും കാണാം.